14th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ അനാലിസിസ് ഓഫ് ട്രസ് ബൈ സ്റ്റിഫ്നെസ് മെത്തേഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രസ് അനാലിസിസിൻ്റെ ഫസ്റ്റ് ന്യൂമറിക്കൽ പ്രോബ്ലമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രസ് അനാലിസിസിൽ വരുമ്പോൾ ബീമിൽ നിന്നും ഫ്രെയിമിൽ നിന്നും നമുക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബീമിലാണെങ്കിലും ഫ്രെയിമിലാണെങ്കിലും ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ട്രസ്സിലേക്ക് വരുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇവിടെ ആദ്യം ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രസ്സിൽ ഓരോ നോഡിനും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും ഉള്ളത്. നോഡെന്ന് പറയുമ്പോഴത്തേക്കും 2 മെമ്പർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിൻ്റ്, അതിനെയാണ് നമ്മൾ നോഡെന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ടാണ്, ഇതാണ് ഒരു നോഡ്. അപ്പോൾ ട്രസ്സിലുള്ള ഓരോ നോഡിനും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും ഉള്ളത്. ഇനി ആ 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ബീം അല്ലെങ്കിൽ ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളെങ്കിൽ പോലും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷൻ കമ്പോണൻ്റ് ആയിരിക്കും. 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ ഒരു റൊട്ടേഷൻ കമ്പോണൻറ്റും ഒരു റിയാക്ഷൻ കമ്പോണൻറ്റും ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ട്രസ്സിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം, ട്രസ് എന്ന് പറയുമ്പോൾ ഒരു ബാർ എലമെൻ്റ് ആണ്. അതിനകത്ത് 2 ടൈപ്പേ ഉള്ളൂ, ഒന്നെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ്. ഇത് 2 ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രസ്സിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെങ്കിൽ ഒരെണ്ണം ഹൊറിസോണ്ടലും ഒരെണ്ണം വെർട്ടിക്കലും തന്നെ ആയിരിക്കും. അതായത് നമുക്ക് ബെൻഡിങ് ആക്ഷൻ ട്രസ്സിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈച്ച് നോഡ് വിൽ ഹാവ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരെണ്ണം ഹൊറിസോണ്ടലും ഒരെണ്ണം വെർട്ടിക്കൽ കമ്പോണൻറ്റും ആയിരിക്കും. ഇനി റോളർ സപ്പോർട്ടാണെങ്കിൽ ആ ഒരു ട്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ റോളർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. ഫിക്സ്ഡ് ആൻഡ് ഹിഞ്ച്ഡ് സപ്പോർട്ടാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. ഇതാണ് അതിനകത്ത് വരുന്ന വ്യത്യാസം. അതേപോലെ ട്രസ്സിൻ്റെ കേസിൽ K സ്റ്റാർ സ്റ്റിഫ്നെസ് വാല്യൂ എഴുതുമ്പോൾ AE/L എന്ന് പറയുന്ന വാല്യൂ ആണ് ഒരു മെമ്പറിന് വരുന്നത്. അപ്പോൾ ഓരോ മെമ്പറിനും AE/L എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ബീമിലേക്ക് വന്നപ്പോൾ ബീം അല്ലെങ്കിൽ AB എലമെൻ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം EI/L × 4-2-2-4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരുന്നു നമുക്ക് സ്റ്റിഫ്നെസ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ട്രസ്സിലേക്ക് വരുമ്പോൾ AB എന്ന് പറയുന്ന ബാർ മെമ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു മെമ്പറിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ AE/L ആയിരിക്കും. A ഏരിയയും യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ ബാറും ആയിരിക്കും. ഇത് രണ്ടുമാണ് ട്രസ് അനാലിസിസിലേക്ക് വരുമ്പോൾ ഉള്ള മെയിൻ വ്യത്യാസങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ ട്രസ് ആൻഡ് ഫൈൻഡ് ദ ബാർ ഫോഴ്സസ്. AE/L ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ABC, ഇത് D എൻഡ് ആണ്. എയും ബിയും സിയും ഫിക്സ്ഡ് എൻഡ് ആണ്. ഇവിടെ D എൻഡ് ഒരു റോളർ സപ്പോർട്ടാണ്. ഓക്കെ, ഫിഗറിൽ അതൊരു കൺഫ്യൂഷൻ വരരുത്. റോളർ സപ്പോർട്ടാണ്. ഒരു 20 kN ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ തന്നേക്കുന്ന ഫിഗർ. സ്റ്റെപ്പ് നമ്പർ 1, കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്കറിയാം ഒരു നോഡ്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോഡായിട്ട് വരുന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് ABC എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എൻഡ് ആണ്, D എന്ന് പറഞ്ഞാൽ ഒരു റോളർ എൻഡും ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0, ബിയിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0, സിയിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0. D എന്ന് പറഞ്ഞാൽ ഒരു റോളർ സപ്പോർട്ടാണ്. അപ്പോൾ റോളർ സപ്പോർട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദെർഫോർ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി 1. അതിനെ നമുക്ക് R1 എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ R1 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2, സ്ട്രക്ചറൽ ആൻഡ് എലമെൻറ്റ് കോർഡിനേറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. സ്ട്രക്ചറൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ തന്നേക്കുന്ന ഫിഗറിനെ അതുപോലെ തന്നെ വരച്ചിട്ട് എക്സ്റ്റേണൽ ലോഡിന് റിമൂവ് ചെയ്യുക. എക്സ്റ്റേണൽ ലോഡിന് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഉള്ള അൺനോൺസിനെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 1 ആണ് കിട്ടിയത്. അത് R1 എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ABC ഫിക്സ്ഡ് ആണ്, അവിടെ ഒന്നും ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല. നമുക്ക് ഈ D എൻ്റെ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. അപ്പോൾ അവിടെയുള്ള അൺനോണിനെ ക്യാപിറ്റൽ R1 എന്ന് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് തന്നേക്കുന്ന ട്രസ് അതുപോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എവിടെയാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് അവിടെ നമ്മുടെ അൺനോൺ മാർക്ക് ചെയ്യുക. R1 ആണ് നമ്മുടെ അൺനോൺ. ഓക്കെ, ഇങ്ങനെ ആക്ച്വൽ സ്ട്രക്ചറിനെ വരക്കുന്നതാണ് സ്ട്രക്ചറൽ കോർഡിനേറ്റ്. എലമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ADയുടെ ഒരു എലമെൻറ്റ് മാർക്ക് ചെയ്യുക, BCയുടെ ഒരു എലമെൻറ്റ് മാർക്ക് ചെയ്യുക, CDയുടെ ഒരു എലമെൻറ്റ് മാർക്ക് ചെയ്യുക. ഇനി ബീമിലും ഫ്രെയിമിലും ചെയ്ത പോലെ ഇവിടെ നമ്മൾ നോഡ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ മെമ്പറിനെ മാർക്ക് ചെയ്താൽ മതി. അതായത് AD എന്ന് പറയുന്ന മെമ്പറാണ്, അതിനെ 1 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തു. BD എന്ന് പറയുന്ന മെമ്പറാണ്, അതിനെ 2 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തു. CD എന്ന് പറയുന്ന മെമ്പറാണ്, അതിനെ 3 സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഫോഴ്സാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് അൺനോൺസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ബാർ എലമെൻറ്റ് അല്ലെങ്കിൽ ട്രസ് എലമെൻറ്റിൻ്റെ അകത്ത് നമുക്ക് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സാണ് നമ്മൾ ഫൈനലി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇതിനെ അനലൈസ് ചെയ്യുന്നത് AD എന്ന് പറയുന്ന മെമ്പറിൽ ഒരു
ടെൻസൈൽ ആണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള അസംഷനാണ് കൊടുക്കുന്നത്. ബി ഡിയിൽ ടെൻഷൻ, സി ഡിയിൽ ടെൻഷൻ. അപ്പോൾ അങ്ങനെ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ജോയിൻറ്റിൽ നിന്ന് എവേ ഫ്രം ദ ജോയിൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ടെൻഷനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു എലമെൻറ്റിൽ ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്താൽ അതിൻ്റെ അർത്ഥം ടെൻസൈൽ ഫോഴ്സ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റ് മാർക്ക് ചെയ്തു, ആ എലമെൻറ്റിനെ 1, 2, 3 എന്ന് നെയിം ചെയ്തു. ആ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടെൻഷൻ ആണെന്നുള്ള ഒരു അസംഷനും നമ്മൾ കാണിച്ചു. ഇതിനെയാണ് നമ്മൾ എലമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 3, ലോഡ് മെട്രിക്സ് വരയ്ക്കുക. ലോഡ് മെട്രിക്സ് വരയ്ക്കാനായിട്ട് വേറെ ഒന്നുമില്ല, നമുക്ക് തന്നേക്കുന്ന ട്രസ് അതുപോലെ വരയ്ക്കുക. എ എൻഡ് ഫിക്സ്ഡ്, ബി എൻഡ് ഫിക്സ്ഡ്, സി എൻഡ് ഫിക്സ്ഡ്. ഇനി ഡി എൻഡിൽ ഇവിടെ ഒരു റോളറായിരുന്നു. ഇനി എ ഡി എലമെൻറ്റിനെയാണ് നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തത്, ബി ഡി എലമെൻറ്റിനെ 2 എന്ന് മാർക്ക് ചെയ്തു, സി ഡി എലമെൻറ്റിനെ 3 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 20 kN. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ കൊടുത്തേക്കുന്ന R1, ഇതാണ് R1. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, ഡിയിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇവിടുത്തെ R1. ഓക്കെ, അപ്പോൾ ഈ R1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്ന ജോയിൻറ്റിലാണ് നമ്മൾ R1 കൺസിഡർ ചെയ്ത്. ശ്രദ്ധിക്കുക, ഡി എന്ന് പറയുന്ന ജോയിൻറ്റിലാണ് നമ്മുടെ അൺനോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണെന്ന് നോക്കുക, അത് 20 ആണ്. അപ്പോൾ ലോഡ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു R1ന് കറസ്പോണ്ടിങ് ആയിട്ട് നെറ്റ് ലോഡ് 20 ആണ്. ഇപ്പോൾ ബീമിലോ ഫ്രെയിമിലോ ചെയ്ത പോലെ ഇവിടെ സൈൻ റിവേഴ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി തന്നേക്കുന്ന ഫിഗറിനെ വരയ്ക്കുക, തന്നേക്കുന്ന ലോഡ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് എഴുതുക. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 4, എലിമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് K സ്റ്റാർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ട്രസ്സിൻ്റെ ഓരോ എലമെൻറ്റിനെയും K സ്റ്റാർ വാല്യൂ എന്ന് വെച്ചാൽ AE/L ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 എലമെൻ്റ് ഉണ്ട്, AD, BD, CD, 3 എലമെൻ്റാണ്. ഇവിടെ നോക്കിയാൽ മതി, ഇത് AD മെമ്പർ, ഇത് BD മെമ്പർ, CD മെമ്പർ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ AE/L കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് AD മെമ്പറിൻ്റെ വാല്യൂ AE/L ആയിരിക്കും, BD മെമ്പറിനും അത് AE/L ആയിരിക്കും, CD മെമ്പറിനും അത് AE/L ആയിരിക്കും. അതിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ K സ്റ്റാർ AD, K സ്റ്റാർ BD, K സ്റ്റാർ CD എന്ത് തന്നെയാണ്, AE/L തന്നെയാണ്. ഇനി നമ്മളിതിനെ കമ്പൈൻ ചെയ്ത് എഴുതുക. കമ്പൈൻഡ് K സ്റ്റാർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് K സ്റ്റാർ AD, അടുത്ത ഡയഗണലായിട്ട് K സ്റ്റാർ BD, അടുത്ത ഡയഗണലായിട്ട് K സ്റ്റാർ CD. ബാക്കി എല്ലാ വാല്യൂം 0, 0, 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി K സ്റ്റാർ ADയുടെ വാല്യൂ AE/L, K സ്റ്റാർ BDയുടെ വാല്യൂ AE/L, K സ്റ്റാർ CDയുടെ വാല്യൂ AE/L. സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 5 മീറ്റർ, 4 മീറ്റർ, 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ എല്ലിന് പകരം കറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ചില ക്വസ്റ്റ്യനിൽ പറയും ഇത് AE ആണ്, അടുത്തത് 2AE ആണ്, അടുത്തത് 3AE ആണ്. അങ്ങനെ പറയുമെങ്കിൽ കറസ്പോണ്ടിങ് AE വാല്യൂയും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ AE കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഓരോ മെമ്പറിനും AE/L ആയിരിക്കും, ബാക്കി വാല്യൂസ് 0, 0, 0. ഓക്കെ, അപ്പോൾ ഈ എഴുതിയതാണ് K സ്റ്റാർ മെട്രിക്സ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, AE/L കോമൺ ആയതുകൊണ്ട് അതിനെ വെളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 1, 0, 0, 0, 1, 0, 0, 0, 1 ഈ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് നമ്പർ 5, ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് A. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ടൊരു മെത്തേഡുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ R1 അൺനോൺ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക. ഇതാണ് അൺനോണിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അൺനോണിൻ്റെ ഡയറക്ഷൻ നമ്മൾ തന്നേക്കുന്ന ഫിഗർ അതുപോലെ തന്നെ വരച്ചേക്കുവാണ്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, തന്നേക്കുന്ന ഫിഗർ അതുപോലെ വരച്ചു. ഇനി അൺനോൺ ഡയറക്ഷൻ ഇതായിരുന്നു, അവിടെ ഞാൻ 1 മാർക്ക് ചെയ്തു, അൺനോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ 1 മാർക്ക് ചെയ്തു. ഇനി ഈ മെമ്പർ ഫോഴ്സ് CD എന്ന് പറയുന്ന ഈ മെമ്പർ ഫോഴ്സ് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പെർപെൻഡിക്കുലർ വരച്ച് ഈ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് മെമ്പർ ഇതാണ്, ഇതേ ഡയറക്ഷനിലാണ് നമ്മുടെ അൺനോൺ ഉള്ളത്. അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അൺനോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് മെമ്പർ, ഇതാണ് സെക്കൻഡ് മെമ്പർ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 90 ഡിഗ്രി ഇതിലേക്ക് യോജിപ്പിച്ചു. ഇനി അടുത്തത് CD മെമ്പർ, തേർഡ് മെമ്പർ, അത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും 90 ഡിഗ്രി എടുത്ത് ഈ ഒരു യൂണിറ്റ് ലോഡിലേക്ക് യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ട്രയാങ്കിളാണ് ഞാൻ ഇവിടെ നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇത് 1, അതായത് ഈ ലൈൻ,
ഇനി ഇതെന്ന് വെച്ചാൽ എന്തായിരുന്നു, ഈ തേർഡ് മെമ്പറിനെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഓക്കെ, തേർഡ് മെമ്പറിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്ന വാല്യൂ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരച്ചാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ സീന് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആണെന്നും ബി എന്ന് പറയുന്ന മെമ്പർ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിളും 60 ആയിരിക്കും. കാരണം ഈ സെയിം മെമ്പറാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്, ഈ ഹൊറിസോണ്ടൽ മെമ്പറാണ് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് 90 ഡിഗ്രി, ദെർഫോർ ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. ഈ സൈഡ് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്തു. ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടുന്ന് cos 60 എഴുതാമല്ലോ. cos 60 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. cos 60 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എക്സ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. കാരണം ഇവിടെ യൂണിറ്റ് ലോഡാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു cos θ എന്ന് എഴുതാം. cos θയുടെ വാല്യൂ 1/2 ആണ്. ദെർഫോർ ഇവിടുത്തെ അൺനോൺ എക്സ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇനി എന്താണ് ഈ എക്സ്? നമ്മൾ തേർഡ് മെമ്പർ അല്ലേ, തേർഡ് മെമ്പറിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ എക്സ്. അതായത് ഡീഫോമേഷൻ ഇൻ ദ തേർഡ് മെമ്പർ, അതാണ് എക്സ്. ഈ തേർഡ് മെമ്പർ എന്ന് പറയുന്ന സി ഡി മെമ്പറിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്നതാണ് ഡീഫോമേഷൻ ഇൻ ദ തേർഡ് മെമ്പർ. ഡീഫോമേഷൻ ഇൻ ദ തേർഡ് മെമ്പർ നമുക്ക് 1/2 എന്ന് കിട്ടി. സിമിലർലി ഇനി അടുത്ത ഈ ഒരു ട്രയാങ്കിൾ ബി ഡീനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ ഞാനിവിടെ വരച്ചു. ഓക്കെ, ഇനി ഈ ഒരു ഓർഡിനേറ്റിനെ ഞാൻ വൈ എന്ന് മാർക്ക് ചെയ്തു. അതെന്തായിരിക്കും, ഈ ബി ഡി എന്ന് പറയുന്ന സെക്കൻഡ് മെമ്പർ അല്ലേ, സെക്കൻഡ് മെമ്പറിൻ്റെ ഡീഫോമേഷനാണ് വൈ ആയിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്തു, ഇവിടുത്തെ ഓർഡിനേറ്റിനെ വൈ എന്ന് കൊടുത്തു. ഇവിടുത്തെ ഓർഡിനേറ്റ് 1 തന്നെയാണ്, ഇത് 1 തന്നെയാണ്. ഈ ഒരു ട്രയാങ്കിൾ എടുത്തത്, ഈ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് cos θ എടുക്കാം. cos θ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അത് y/1. ദെർഫോർ y ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു cos θ. cos θയുടെ വാല്യൂ 0.866 ആണ്. അപ്പോൾ ദെർഫോർ നമുക്ക് y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, y എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് മെമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫോമേഷനാണ്. ദെർഫോർ ഡിഫോമേഷൻ ഇൻ ദ സെക്കൻഡ് മെമ്പർ ഇസ് ഈക്വൽ ടു 0.866 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് മെമ്പർ, ഇതായിരുന്നു ഫസ്റ്റ് മെമ്പർ. ഈ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ അൺനോൺ കൺസിഡർ ചെയ്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാം ഡിഫോമേഷൻ ഇൻ ദ ഫസ്റ്റ് മെമ്പർ ഇസ് ഈക്വൽ ടു 1. കാരണം നമ്മൾ ഇവിടെയാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത്, അൺനോൺ ഡയറക്ഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ അൺനോൺ ഡയറക്ഷൻ കറക്റ്റ് ഈ ഫസ്റ്റ് മെമ്പറിൻ്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഫസ്റ്റ് മെമ്പറിൻ്റെ ഡിഫോമേഷൻ 1 ആണ്, സെക്കൻഡ് മെമ്പറിൻ്റെ ഡിഫോമേഷൻ y ആണ്, തേർഡ് മെമ്പറിൻ്റെ ഡിഫോമേഷൻ x ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും കിട്ടി. ഡിഫോമേഷൻ ഇൻ ദ ഫസ്റ്റ് മെമ്പർ 1 കിട്ടി, ഡിഫോമേഷൻ ഇൻ ദ സെക്കൻഡ് മെമ്പർ 0.866 കിട്ടി, ഡിഫോമേഷൻ ഇൻ ദ തേർഡ് മെമ്പർ 1/2 കിട്ടി. ഇതിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഏത് ഓർഡറിലുള്ളതായിരിക്കും എന്നറിയാനായിട്ട് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ എത്ര മെമ്പർ ഉണ്ടെന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ 3 മെമ്പർ ഉണ്ട്. ക്വസ്റ്റ്യൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് നോക്കുക, 1 ആണ്. അപ്പോൾ 3/1 മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് മെമ്പർ, സെക്കൻഡ് മെമ്പർ, തേർഡ് മെമ്പർ, അപ്പോൾ 3 മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. അപ്പോൾ 3/1 മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് മെമ്പറിൻ്റെ ഡിഫോമേഷൻ, സെക്കൻഡ് മെമ്പറിൻ്റെ ഡിഫോമേഷൻ, തേർഡ് മെമ്പറിൻ്റെ ഡിഫോമേഷൻ, അതിനെയാണ് നമ്മൾ ഡിഫോമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 6, ഫൈനൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പഴയ ഇക്വേഷൻ എ ട്രാൻസ്പോസ് ഇൻറ്റു കെ സ്റ്റാർ ഇൻറ്റു എ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് ആണ് എ മെട്രിക്സ്, ഇതിൻ്റെ ട്രാൻസ്പോസ് ഇതാണ് എ ട്രാൻസ്പോസ് മെട്രിക്സ്. ഇനി അടുത്തത് കെ സ്റ്റാർ, ഇതായിരുന്നു കെ സ്റ്റാർ മെട്രിക്സ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യുക, ആദ്യം ഈ കെ സ്റ്റാറും ഈ എ മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് റോ ഇൻറ്റു ഈ ഒരു കോളം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ്, ഫസ്റ്റ് 1 × 1 1 പ്ലസ് അടുത്ത 2 ടേം 0 ആണ്, അതുകൊണ്ട് 0 1 ആയിരിക്കും ഫസ്റ്റ് വാല്യൂ. അടുത്തത് 0 × 1 0 പ്ലസ് 1 × 0.87 പ്ലസ് 0 × 0.5 0. അപ്പോൾ സെക്കൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.87 ആയിരിക്കും. അടുത്തത് ആദ്യത്തെ 2 വാല്യൂ 0, അപ്പോൾ 0 + 0 +
തേർഡ് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 കിട്ടും. തേർഡ് വാല്യൂ 0.5. ഓക്കെ, അപ്പോൾ A/L അതുപോലെ എഴുതി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഒരു റോയും ഈ ഒരു കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 × 1 1 പ്ലസ് 0.87 × 0.87, അപ്പോൾ 0.87 സ്ക്വയർ പ്ലസ് 0.5 × 0.5 0.5 സ്ക്വയർ. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2 × A/L കോമൺ ആയിട്ട് വെളിയിലുണ്ട്. ഈ കിട്ടുന്നതാണ് K, ഫൈനൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് K. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ K കിട്ടുന്നത് 1 ആയിരിക്കും, അതായത് ഒറ്റ വാല്യൂ കാണുള്ളൂ. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 7, ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഡെൽറ്റ. ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് K ഇൻവേഴ്സ് × P ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് K ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് K. P മെട്രിക്സ് 20 എന്ന് പറയുന്നൊരു വാല്യൂ ആയിരുന്നു P മെട്രിക്സ്. അപ്പോൾ K ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ തിരിച്ചെഴുതിയാൽ മതി. ഇതിൻ്റെ ഡിനോമിനേറ്റർ മുകളിലും ന്യൂമറേറ്റർ താഴെയായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 2A/L K ഇൻവേഴ്സ് എടുക്കുമ്പോൾ L/2AE ആവും. P മെട്രിക്സ് അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിനൊന്ന് സോൾവ് ചെയ്യാം. 2ഉം 20ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ 10 × L/A എന്ന് കിട്ടും. അതാണ് ഡെൽറ്റ. ഓക്കെ, ഇനി എന്തായിരുന്നു ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺനോൺ ആണ് അല്ലേ? നമ്മുടെ അൺനോൺ എന്താണ്? നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്ന R1 ആണ്. ഇതാണ് നമ്മുടെ അൺനോൺ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 10 × L/AE. ഓക്കെ, ഇനി ഫൈനലി സ്റ്റെപ്പ് നമ്പർ 8, മെമ്പർ ഫോഴ്സ് അല്ലെങ്കിൽ ബാർ ഫോഴ്സ്. നമ്മൾ Q ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Q ഇസ് ഈക്വൽ ടു K സ്റ്റാർ × A × ഡെൽറ്റ. ഓക്കെ, ഇനി നോക്കിക്കേ, K സ്റ്റാർ × A നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. K സ്റ്റാർ × A, ഇതാണ് K സ്റ്റാർ മെട്രിക്സ്, ഇതാണ് A മെട്രിക്സ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണിത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി എടുത്ത് എഴുതുക. ഇനി നിങ്ങൾ സോൾവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പോൾ K സ്റ്റാർ × A എന്ന് പറയുമ്പോൾ A/L ഇതാണ്. ഡെൽറ്റ നമുക്കിപ്പോൾ കിട്ടി 10 × L/AE. ഇനി ഇതിൻ്റെ അകത്ത് AE ക്യാൻസൽ ചെയ്യാം, ലെങ്ത്ത് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് ചെയ്താൽ മതി? 1 × 10 10, 0.87 × 10 8.7, 0.5 × 10 5. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ Q മെട്രിക്സ്. ഇനി എന്താണ് Q മെട്രിക്സ്? നമ്മൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ് മെമ്പറിലെ ഫോഴ്സ്, സെക്കൻഡ് മെമ്പറിലെ ഫോഴ്സ്, തേർഡ് മെമ്പറിലെ ഫോഴ്സ്. അതായത് ഇതായിരുന്നു നമ്മുടെ മെമ്പർ അല്ലേ? ABCDയിൽ ഒരു റോളർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 20 kN ഉണ്ടായിരുന്നു. ഇനി ഇതിനെയാണ് നമ്മൾ 1 എന്ന് പറയുന്ന മെമ്പറായിട്ട് എടുത്തത്. ഇതാണ് 2 മെമ്പറായിട്ട് എടുത്തത്. ഇതാണ് തേർഡ് മെമ്പറായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് 10 എന്നാണ് കിട്ടിയത്. ഇപ്പോൾ പോസിറ്റീവ് 10 കിട്ടിയതിൻ്റെ അർത്ഥം നമ്മളെടുത്ത അസംഷൻ കറക്റ്റാണ്. നമ്മൾ എന്ത് അസംഷൻ എടുത്തത്? ഇതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനാണ് എടുത്തത്. അപ്പോൾ AD എന്ന് പറയുന്ന മെമ്പറിൽ ആക്ട് ചെയ്യുന്നത് 10 kN ടെൻഷനാണ് കിട്ടിയേക്കുന്നത്. അടുത്തത് സെക്കൻഡ് വാല്യൂ എന്ന് വെച്ചാൽ സെക്കൻഡ് മെമ്പറിൻ്റെ ഫോഴ്സാണ്. സെക്കൻഡ് മെമ്പർ ഇതായിരുന്നു സെക്കൻഡ് മെമ്പർ BD. അതിൽ നമ്മൾ ടെൻസൈൽ നിന്നാണ് അസ്യൂം ചെയ്തത്. നമുക്ക് കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ടെൻഷൻ തന്നെയാണെന്നാണ്. അപ്പോൾ ടെൻഷൻ്റെ ആരോ ആണിത്. ഒരു മെമ്പറിൽ 2 ഇൻവേർഡ് ആരോ ആണെങ്കിൽ അത് ടെൻഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് തേർഡ് മെമ്പറിൻ്റെ വാല്യൂ +5 ആണ്. അതായത് അതും ടെൻസൈൽ ഫോഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഇൻവേർഡ് ആരോ 5 kN. അപ്പോൾ ADയുടെ ഫോഴ്സ്, BDയുടെ ഫോഴ്സ്, CDയുടെ ഫോഴ്സ്. ആ ഫോഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിതിനെ വേണേൽ F1, F2, F3 എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഫസ്റ്റ് മെമ്പറിലെ ഫോഴ്സ്, സെക്കൻഡ് മെമ്പർ ഫോഴ്സ്, തേർഡ് മെമ്പർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ട്രസ് അനാലിസിസിൽ സ്റ്റിഫ്നെസ് മെത്തേഡ് വഴി സോൾവ് ചെയ്ത് മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലായിരിക്കും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രത്യേകിച്ചൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കുന്നത്. ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് σfx = 0, σfy = 0 എന്നുള്ള ബേസിക് കൺസെപ്റ്റ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ ഞാനത് ഡിസ്കസ് ചെയ്ത് തരാം. ഈ ഒരു പ്രോബ്ലത്തിൽ ഞാൻ ഈ ഒരു മെത്തേഡ് വെച്ച് സോൾവ് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. താങ്ക് യു.